തമിഴ് സിനിമയെയും ആരാധകരെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ജനനായകൻ എന്ന സിനിമയുടെ റിലീസ് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത് വെറുമൊരു റിലീസ് വൈകൽ മാത്രമല്ല, മറിച്ച് അധികാരകേന്ദ്രങ്ങൾ തമ്മിലുള്ള വലിയൊരു നിയമയുദ്ധത്തിന്റെയും രാഷ്ട്രീയ ചതുരംഗക്കളിയുടെയും ബാക്കിപത്രമാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമയെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കാണാച്ചരടുകൾ എന്തൊക്കെയാണ്? വരും ദിവസങ്ങളിൽ സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കഥ തുടങ്ങുന്നത് സെൻസർ ബോർഡിൽ നിന്നാണ്. സാധാരണയായി ഒരു സിനിമയ്ക്ക് നിർദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള 27 കട്ടുകളാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. സിനിമയുടെ റിലീസ് മുടങ്ങാതിരിക്കാൻ അണിയറ പ്രവർത്തകർ ഈ കട്ടുകളെല്ലാം അംഗീകരിച്ചതുമാണ്. എന്നാൽ ഇവിടെയാണ് നാടകീയമായ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. 27 കട്ടുകൾ നൽകിയാലും ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നും ചിത്രം റിവിഷൻ കമ്മിറ്റിക്ക് വിടണമെന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ വിചിത്രമായ വാദം. ഈ നടപടിക്കെതിരെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ജസ്റ്റിസ് ആശയുടെ സിംഗിൾ ബെഞ്ച് ചിത്രത്തിന് ഉടൻ സർട്ടിഫിക്കറ്റ് നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. സെൻസർ ബോർഡിന്റെ നടപടികളെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ സെൻസർ ബോർഡ് ഇതിനെതിരെ അപ്പീൽ പോകുകയും ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ചെയ്തു. കേവലം ഒരു സിനിമയുടെ സർട്ടിഫിക്കറ്റ് തടയാനായി രാജ്യത്തെ തന്നെ ഏറ്റവും വില കൂടിയ സർക്കാർ അഭിഭാഷകനെയാണ് സെൻസർ ബോർഡ് കോടതിയിൽ ഇറക്കിയതെന്നത് ഈ കേസിന് പിന്നിലുള്ള ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇവിടെയാണ് രാഷ്ട്രീയ കളികൾ തെളിയുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിത്രത്തിലെ രാഷ്ട്രീയ ഡയലോഗുകളും സീനുകളും ജനങ്ങളിലേക്കെത്താതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഇതെന്ന ചോദ്യം ശക്തമാണ്. അടുത്ത ഹിയറിംഗ് ജനുവരി 21 മാറ്റിയതോടെ പൊങ്കൽ റിലീസ് എന്ന സ്വപ്നം ഇല്ലാതായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് ചിത്രം പുറത്തിറങ്ങിയാൽ അത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ? പക്ഷേ അധികാരികൾ സിനിമയെ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ജനപിന്തുണ ഈ ചിത്രത്തിനും ഇതിലെ നായകനും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. നിയമപോരാട്ടം നീണ്ടുപോയാൽ ഫെബ്രുവരി അവസാനത്തോടെ മാത്രമേ നമുക്ക് ജനനായകനെ സ്ക്രീനിൽ കാണാൻ കഴിയൂ എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ജനനായകൻ എന്ന സിനിമയുടെ റിലീസ് തടയുന്നതിനു പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നുറപ്പായി കഴിഞ്ഞു. എന്നാൽ ആരാണിതിനു പിന്നിൽ? കേന്ദ്രത്തിലെ BJP സർക്കാരാണോ അതോ തമിഴ്നാട്ടിലെ DMK സർക്കാരാണോ? ഈ ചോദ്യമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെയും സിനിമാ ലോകത്തെയും ഉലയ്ക്കുന്നത്. നമുക്ക് ഈ സാഹചര്യത്തെ ഒന്ന് വിശകലനം ചെയ്യാം. സിനിമയുടെ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവച്ചിരിക്കുന്നത് സെൻസർ ബോർഡാണ്. ഈ ബോർഡ് നേരിട്ട് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. കോടതിയിൽ ഈ കേസിനായി രാജ്യത്തെ തന്നെ ഏറ്റവും വില കൂടിയ സർക്കാർ അഭിഭാഷകനെ തന്നെ സെൻസർ ബോർഡ് നിയോഗിച്ചത് നമ്മൾ കണ്ടു. സാധാരണ ഒരു സിനിമയുടെ റിലീസിനായി കേന്ദ്ര സർക്കാർ ഇത്രയധികം താൽപ്പര്യം കാണിക്കാറില്ല. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഡൽഹിയിലെ അധികാരകേന്ദ്രങ്ങളെപ്പോലും അസ്വസ്ഥമാക്കുന്നുണ്ടോ എന്ന സംശയത്തിന് ഇത് ബലം നൽകുന്നു. അതേസമയം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയ്ക്കും ഇതിൽ താൽപ്പര്യമുണ്ടാകാം എന്ന് കരുതുന്നവരും കുറവല്ല. വിജയുടെ തമിഴക വെട്രിക്കഴകം അഥവാ TVK എന്ന പാർട്ടിയുടെ വളർച്ച DMKയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകാം. സെൻസർ ബോർഡ് വഴി സിനിമ തടയപ്പെടുമ്പോൾ അത് തമിഴ്നാട്ടിലെ ക്രമസമാധാന പ്രശ്നമായി ഉയർത്തിക്കാട്ടി റിലീസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിനും സാധിക്കും. ചുരുക്കത്തിൽ വിജയെ രാഷ്ട്രീയമായി തളയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുകളിക്കുകയാണോ എന്ന ചോദ്യമാണ് ആരാധകർക്കിടയിൽ ഉയരുന്നത്. എന്നാൽ ഈ സംഭവങ്ങളിലെല്ലാം നായകൻ വിജയുടെ നിലപാടെന്താണ്? അത് വളരെ വ്യക്തമാണ്. ഈ പോരാട്ടത്തെ ഒരു രാഷ്ട്രീയ അവസരമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. സിനിമ തടയപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ തനിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണ അദ്ദേഹം തിരിച്ചറിയുന്നു. നിയമപരമായി ഇതിനെ നേരിടാൻ തന്റെ ലീഗൽ ടീമിന് അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ജനനായകൻ ജനങ്ങളിലേക്കെത്തും എന്ന നിശബ്ദമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. തന്റെ സിനിമയെ ഒരായുധമാക്കിക്കൊണ്ട് അധികാരവർഗത്തിനു മുന്നിൽ അദ്ദേഹം ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ ആര് ജയിക്കുമെന്നറിയാൻ ജനുവരി 21 കോടതി വിധി വരെ നമുക്ക് കാത്തിരിക്കാം. ഈ നിയമയുദ്ധത്തിൽ വിജയിക്കുന്നതാരായിരിക്കും? കലയാണോ അതോ രാഷ്ട്രീയമാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.